ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. എംപോക്സ് രോഗം നിയന്ത്രിക്കാം ജാഗ്രതയോടെ. സംസ്ഥാനത്ത് അടുത്തിടെ എംപോക്സ് രോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായി നാം കേട്ടതാണ്. ഇത്തരം രോഗങ്ങൾ പകരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് എംപോക്സ് അഥവാ കുരങ്ങുപനി എന്നറിയപ്പെടുന്നത്. ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമായിരുന്നെങ്കിലും ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന ഒരു രോഗമായി മാറിയിരിക്കുന്നു. രോഗിയുമായി അടുത്തിടപഴകുന്നതാണ് ഇത്തരം രോഗം പകരുന്നതിനുള്ള പ്രധാന കാരണം. രോഗലക്ഷണങ്ങൾ പ്രകടമായതിന് ശേഷമാണ് രോഗം പകരുന്നത്. അതിനാൽ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശങ്ങളിൽ നിന്നും വരുന്നവർ രോഗലക്ഷണങ്ങളുണ്ടായാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും എംപോക്സുമായി ബന്ധപ്പെട്ട് ഐസൊലേഷൻ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജനും കഥാകൃത്തുമായ ഡോക്ടർ മനോജ് വെള്ളനാട്. വാക്സിനേഷൻ വഴി നമ്മൾ ഭൂമുഖത്ത് നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്ത വളരെ ഗുരുതരമായിട്ടുള്ളൊരു രോഗമാണ് സ്മോൾ പോക്സ് അഥവാ വസൂരി എന്ന് പറയുന്നത്. അതിൻ്റെ അതേ സ്വഭാവമുള്ള സമാനമായിട്ടുള്ളത് എന്നാൽ അത്ര ഗുരുതരമല്ലാത്തതുമായിട്ടുള്ള മറ്റൊരു രോഗമാണ് മുൻകാലങ്ങളിൽ മങ്കി പോക്സ് എന്നറിയപ്പെട്ടിരുന്ന എംപോക്സ് എന്ന് പറയുന്ന രോഗം. ഇപ്പം കേരളത്തിലും ഇന്ത്യയിലും ആ രോഗം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നല്ല എങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. WHO ഈ എംപോക്സിനെ ഒരു ഗ്ലോബൽ ത്രെട്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പടരുന്നത് കാരണം. ആഫ്രിക്കയിലാണ് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ 120ഓളം രാജ്യങ്ങളിൽ ഈ രോഗം പടർന്നിട്ടുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇപ്പോഴും മുൻകാലങ്ങളിലുമൊക്കെ വിരളമായിട്ടാണെങ്കിലും രോഗികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാരിൽ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു വൈറൽ രോഗമാണ്. സ്മോൾ പോക്സ് പോലെ തന്നെ ഒരു പോക്സ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ്. ഇതൊരു സൂണോട്ടിക് ഡിസീസ് അഥവാ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. രണ്ട് രീതിയിലാണ് ഇത് പകരുന്നത്. ഒന്ന് അനിമൽ ടു ഹ്യൂമൻ എന്നുവെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, മൃഗങ്ങളുടെ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൃഗങ്ങളുടെ കടി കിട്ടുകയോ അവരുടെ മാംസം ഭക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വഴി ഈ രോഗം മനുഷ്യർക്ക് കിട്ടാം. രണ്ടാമതെന്ന് പറയുന്നത് ഹ്യൂമൻ ടു ഹ്യൂമൻ, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്, രോഗം ഉള്ള മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കും. അത് പകരുന്നത് മെയിനായിട്ടും ക്ലോസ് കോണ്ടാക്റ്റ് വഴി, അല്ലെങ്കിൽ മുറിവുകൾ വഴി, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ തെറിക്കുന്ന സ്രവങ്ങൾ വഴി, ചിലപ്പോൾ രോഗിയുടെ വസ്ത്രങ്ങൾ ഷെയർ ചെയ്യുന്നത് വഴി പോലും ഈ രോഗം പടർന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ രോഗം പടരുന്നത്. ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് അഥവാ ഈ രോഗാണു ശരീരത്തിൽ കയറിയിട്ട് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 7 മുതൽ 21 ദിവസം വരെയൊക്കെയാണ്. ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് വസൂരി കലകൾ പോലെ, അല്ലെങ്കിൽ വസൂരിയുടെ റാഷ് പോലെ, ചിക്കൻ ബോക്സിൻ്റെ റാഷ് പോലെയൊക്കെ ശരീരം മൊത്തം കുരുക്കൾ പോലത്തെ റാഷസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ലക്ഷണം. അതിൻ്റെ കൂടെ പനി ഉണ്ടാവാം, തൊണ്ടവേദന, ശരീരവേദന, തലവേദന, ബാക്ക് പെയിൻ, അകാരണമായ തളർച്ച ഒക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ എംപോക്സ് എന്ന് പറയുന്ന രോഗമുണ്ടോ എന്ന് പ്രധാനമായും സംശയിക്കുന്നത് അവർ ഈ രോഗം പടർന്നിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ആളാണെങ്കിലാണ് പ്രധാനമായിട്ടും സംശയിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇങ്ങനൊരു രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് റിസ്ക് ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെന്ന് പറയുന്നത് കുട്ടികളാണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമൻ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, ദീർഘകാലമായിട്ട് ഡയബറ്റീസ് ഉള്ള അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെയാണ് ഈ രോഗം കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ, പിന്നെ ഒബ്വിയസ്ലി ഹെൽത്ത് കെയർ വർക്കർ, ഡോക്ടർമാരിലും സിസ്റ്റർമാരിലും ഒക്കെ ഈ രോഗികൾ OPയിൽ വരുന്നത് വഴിയൊക്കെ രോഗം പടർന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ രോഗത്തിന് മാത്രമായിട്ടൊരു ചികിത്സ ഇതുവരെ ഇല്ല, അതിനൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സ കൊടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ രോഗിയെ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ചികിത്സ എന്ന് പറയുന്നത്. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. എംപോക്സിനെതിരെ വാക്സിൻ അവൈലബിൾ ആണ്. ഈ രോഗം പടർത്താൻ സാധ്യതയുള്ള അനിമൽസിൽ നിന്നും മാറി നിൽക്കുക, അവരുടെ മാംസം ചത്ത് കിടക്കുന്ന അനിമൽസിനെ ഒന്നും കഴിക്കാതിരിക്കുക. ഇതൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും വലിയൊരു ആശങ്കയുള്ള കാര്യങ്ങളല്ല. പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും വാക്സിൻ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന് പറയുന്നത്. 1958 കുരങ്ങുകളിൽ എംപോക്സ് ആദ്യമായി കണ്ടെത്തിയത്. 1970 കോങ്കോയിൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയിൽ രോഗം റിപ്പോർട്ട് ചെയ്തു. മനുഷ്യരിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ സംഭവമാണ് ഇത്. വൈറസ് ബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയ രോഗികളെ പരിചരിക്കുന്നവർ അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. രോഗിയെ സ്പർശിച്ച ശേഷം കൈകൾ സാനിറ്റൈസറോ അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതാണ്. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവരിലും ഗർഭിണികൾ, കുട്ടികൾ എന്നിവരിലും എംപോക്സ് രോഗം ഗുരുതരമായേക്കാം. ഡോക്ടർ കീർത്തിപ്രഭ, കണ്ണൂർ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2022 ജനുവരി മുതൽ 2024 ജൂലൈ 31 വരെ ആഗോളതലത്തിൽ 121 രാജ്യങ്ങളിൽ മൊത്തം 1,03,048 എംപോക്സ് കേസുകളും 229 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 1 വരെ 15 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 3,900 രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബുറുണ്ടി, നൈജീരിയ എന്നിവയാണ് 2024 ഏറ്റവും കൂടുതൽ കേസുകളുള്ള 3 രാജ്യങ്ങൾ. 2024 ഡിസംബറിൽ UAE നിന്നും വന്ന കണ്ണൂർ, വയനാട് സ്വദേശികൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. എംപോക്സിൻ്റെ പ്രധാന ലക്ഷണം ചിക്കൻ പോക്സിന് സമാനമായ രീതിയിൽ തൊലിപ്പുറത്ത് പാടുകളും കുമിളകളും പൊന്തുന്നതാണ്. രോഗത്തിന് 4 ഘട്ടമാണുള്ളത്. ആദ്യത്തെ 5 ദിവസം വരെ ഇൻവാഷൻ പീരിയഡ് എന്ന് പറയാം. ഈ സമയത്ത് ചെറിയ പനി, തലവേദന, ശരീരവേദന, കടുത്ത ക്ഷീണം, ലിംഫ് നോഡുകളിലെ വീക്കം, അതായത് കഴല വീക്കം എന്നിവ അനുഭവപ്പെടാം. ലിംഫ് നോഡുകളുടെ വീക്കമാണ് ഇതേ രീതിയിലുള്ള മറ്റു രോഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങളിലുള്ള ഒരു വ്യത്യാസം. പനിക്ക് ശേഷം തൊലിയിൽ കുമിളകളും വ്രണവും പ്രത്യക്ഷപ്പെടാം. ചിക്കൻ പോക്സിൽ നിന്നും അല്പം വ്യത്യസ്തമായി മുഖത്തും കൈകാലുകളിലും കൂടുതലായി കുമിളകൾ കാണപ്പെടും. 95% കേസുകളിലും വ്രണങ്ങൾ മുഖത്താണ് കൂടുതലായി ഉണ്ടാകുക. 75% കേസുകളിൽ കൈവെള്ളയിലും കാൽപാദത്തിലും കുമിളകൾ കാണാം. വായ, കണ്ണിൻ്റെ കോർണിയ, ജനനേന്ദ്രിയങ്ങൾ എന്നിവിടങ്ങളിലും കുമിളകൾ ബാധിക്കാം. 2 മുതൽ 4 ആഴ്ച വരെ ത്വക്കിലുണ്ടാകുന്ന വ്രണങ്ങൾ നിലനിന്നേക്കാം. വേദനാജനകമായ കുമിളകളിൽ നിന്ന് ആദ്യം തെളിഞ്ഞ നീരും പിന്നീട് പഴുപ്പും ഉണ്ടായേക്കാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് എംപോക്സ്. രോഗബാധിതരായ മൃഗങ്ങളുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് മനുഷ്യരിലേക്ക് വൈറസ് പകരുന്നത്. രോഗബാധിതരായ മനുഷ്യരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർക്കും രോഗം പകരാം. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്ന കേസുകൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നവയാണ്. വൈറസ് ബാധിച്ച് 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗബാധയുണ്ടാകും. 2 മുതൽ 4 ആഴ്ച വരെ രോഗം നീണ്ടു നിൽക്കാം. രോഗബാധ മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ മാറുന്നതിന് 1-2 ദിവസം മുമ്പാണ് രോഗം പകരുക. രോഗം ബാധിച്ചവരുമായി ദീർഘസമയം അടുത്ത് ഇടപഴകുന്നവർക്ക് ശ്വസന കണികകൾ വഴി രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. രോഗബാധ മൂലമുണ്ടാകുന്ന കുമിളകളിലുള്ള സ്രവങ്ങളിൽ കൂടിയോ മറ്റു ശരീരസ്രവങ്ങളിൽ കൂടിയോ മറ്റൊരു വ്യക്തിക്ക് സമ്പർക്കമുണ്ടായാൽ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ശാരീരിക സമ്പർക്കം, ചുംബനം, ലൈംഗിക ബന്ധം, രോഗി ഉപയോഗിച്ച വസ്തുക്കളുമായുള്ള സമ്പർക്കം
എന്നിവയൊക്കെ രോഗപകർച്ചയ്ക്ക് കാരണമാകാം. മങ്കി പോക്സിന് മാത്രമായിട്ടുള്ള പ്രത്യേക ആൻറ്റി വൈറൽ മരുന്നുകളൊന്നും നിലവിൽ ലഭ്യമല്ല എങ്കിലും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സകളാണ് പൊതുവെ നൽകി വരുന്നത്. ചില മരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എങ്കിലും അതിൻ്റെയൊക്കെ ഫലപ്രാപ്തി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായി 2 മുതൽ 4 ആഴ്ചകൾ കൊണ്ട് ശരീരത്തിലുണ്ടായിട്ടുള്ള കുമിളകൾ കരിഞ്ഞു പോവുകയും രോഗപകർച്ച നിലയ്ക്കുകയും ചെയ്യും. ചിലപ്പോൾ അപൂർവമായി കുട്ടികളിലോ ഗർഭിണികളിലോ പ്രതിരോധ ശക്തി കുറഞ്ഞവരിലോ ഒക്കെ രോഗം ഗുരുതരമായേക്കാം. മങ്കി പോക്സ് സാധാരണയായി സ്വയം പരിമിതപ്പെടുത്തുന്ന ഒരു രോഗമാണ്. മരണനിരക്ക് കുറഞ്ഞതും ദീർഘസമയം അടുത്തിടപഴകുമ്പോൾ മാത്രം പകരുന്നതുമായ ഈ രോഗം മറ്റ് മാരകമായ പകർച്ചവ്യാധികൾ പോലെ ഭയക്കേണ്ടതില്ല. പക്ഷേ അടുത്ത കാലങ്ങളിലായി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വളരെ വേഗത്തിലാണ് ഈ രോഗം പകർന്നു പിടിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തെവിടെയും എത്താൻ സാധിക്കുന്ന യാത്രാ സൗകര്യങ്ങളുടെയും ഇറക്കുമതി സൗകര്യങ്ങളുടെയും ലഭ്യതയൊക്കെ ആയിരിക്കാം ഈ രോഗം ഇത്ര പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള കാരണം. ശക്തി ക്ഷയിച്ച പല രോഗങ്ങളും വീണ്ടും ശക്തി പ്രാപിക്കുന്നതും അതുപോലെ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും രോഗപകർച്ചകളിലുള്ള മാറ്റങ്ങളുമൊക്കെ ജാഗ്രതയോടെ തന്നെ നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എംപോക്സിന് നിലവിൽ ആൻറ്റിവൈറൽ ചികിത്സകളൊന്നും ഇല്ലെങ്കിലും പ്രതിരോധ വാക്സിൻ എടുക്കുന്നത് അണുബാധ തടയാൻ സഹായിക്കും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ 2-4 ആഴ്ചയ്ക്കകം രോഗം മാറാവുന്നതാണ്. 2022 എംപോക്സ് രോഗം അനേകം രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുകയുണ്ടായി. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എംപോക്സ് രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, ഇടയ്ക്കിടെ കൈകൾ കഴുകുക, രോഗിയെ പരിചരിക്കുന്നവർ ആവശ്യമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകേണ്ടതാണ്. തിരുവനന്തപുരം ആനപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ശ്രീ ബിജുകുമാർ. വൈറസ് മൂലമുള്ള ഒരു ജന്തുജന്യ രോഗമാണ് കുരങ്ങുപനി. വനത്തിൽ ജീവിക്കുന്ന കുരങ്ങുകൾ, അണ്ണാൻ, ചെറിയ സസ്തനികൾ, പക്ഷികൾ എന്നിവയിലാണ് രോഗം കാണപ്പെടുന്നത്. ഇവയുടെ രക്തം കുടിക്കുന്ന ചില്ലുകൾ മനുഷ്യരെ കടിക്കുന്നത് മുഖേനയോ രോഗബാധയുള്ളതോ ചത്തതോ ആയ മൃഗങ്ങളുമായി സമ്പർക്കം ഉണ്ടാകുമ്പോഴോ ആണ് കുരങ്ങുപനി മനുഷ്യരിലേക്ക് പകരുന്നത്. ശക്തമായ പനി, തലവേദന, ശരീരവേദന, വയറുവേദന, ചിലപ്പോൾ വയറിളക്കം തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പനിയടക്കമുള്ള ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധനകൾ നടത്തണം. കൂടാതെ വനത്തിൽ നിന്നും തിരിച്ചെത്തിയാൽ ശരീരത്തിൽ ചെള്ള് കടിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. സ്കൂളുകളിൽ ആരോഗ്യ പ്രവർത്തകരെ വരുത്തി ബോധവൽക്കരണം നടത്തണം. അവശ്യനിലയിലോ ചത്തതോ ആയ പക്ഷിമൃഗാദികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. നിലവിൽ പ്രതിരോധ മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ ജാഗ്രത പാലിക്കണം. പൊതുവെ പകർച്ചവ്യാധികൾ വേഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത സ്കൂളുകളിൽ കൂടുതലാണ്. അതിനാൽ സ്കൂൾ കുട്ടികളിൽ ബോധവൽക്കരണം അത്യാവശ്യമാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രതിരോധമാണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞ മാസവും കഴിഞ്ഞ സെപ്റ്റംബറിലും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത എംപോക്സ് പകരാതിരിക്കാൻ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ഒപ്പം തന്നെ പ്രധാനമാണ് പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും. സ്വയം രോഗനിർണയം അപകടമാണ്. എംപോക്സ് രോഗം സംശയിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുകയാണ് വേണ്ടത്. ആവശ്യമായ മുൻകരുതലും ജാഗ്രതയും സ്വീകരിക്കുന്നത് വഴി എംപോക്സിനെയും നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.